ആവേശത്തോടെ തുടങ്ങാം. നമസ്കാരം. നിങ്ങളുടെ ആ സ്വപ്ന ഡെവലപ്മെന്റ് കരിയർ തുടങ്ങാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലുള്ള സോഫ്റ്റ് നോഷൻസ് ടെക്നോളജീസിൽ ഒരു അടിപൊളി അവസരം വന്നിട്ടുണ്ട്. ഒരു മേൺസ്റ്റാക്ക് ട്രെയിനി ആവാനുള്ള ഒരു ഗോൾഡൻ ചാൻസിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായി കരിയർ ലോഞ്ച് ചെയ്യാൻ നിങ്ങൾ ശരിക്കും റെഡിയാണോ? പഠിച്ച കോഡിംഗ് സ്കില്ലുകൾ വെറുതെ വെക്കാനുള്ളതല്ല, അത് പ്രായോഗികമായി ഉപയോഗിക്കാനും ഐ.ടി. ഫീൽഡിൽ നിങ്ങളുടെ സ്വന്തം ഇടം കണ്ടെത്താനുമുള്ള സമയമാണിത്. സത്യം പറയാമല്ലോ, ഇതൊരു വെറും ജോലിയല്ല, നിങ്ങളുടെ കരിയറിലേക്കുള്ള ഏറ്റവും മികച്ചൊരു ലോഞ്ചിങ് പാഡ് കൂടിയാണിത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. 0 മുതൽ 6 വരെ കേൾക്കുമ്പോൾ വെറുമൊരു നമ്പറാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഈ റോളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട എക്സ്പീരിയൻസാണിത്. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. മുൻപരിചയം തീരെയില്ലാത്തവർക്കും, അതായത് 0 എക്സ്പീരിയൻസ് ഉള്ളവർക്കും, അല്ലെങ്കിൽ 6 മാസം വരെ മാത്രം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് ധൈര്യമായി അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് ഇതിലും വലിയൊരു റിലീഫ് വേറെ എന്തുണ്ട്? അപ്പോൾ എന്തൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ് അവർ പ്രധാനമായും നോക്കുന്നത് എന്നല്ലേ? സിമ്പിളാണ്. മേൺസ്റ്റാക്ക് എത്ര വേഗത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും എന്നതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഈ ടെക്നോളജികളെക്കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഫ്രണ്ട് എൻഡിൽ നിന്ന് തുടങ്ങാം. റിയാക്ട് JS, അതിലെ ഹുക്സ്, റിഡക്സ്, പിന്നെ കോണ്ടെക്സ്റ്റ് APIകൾ. ഇതിലൊക്കെയുള്ള നിങ്ങളുടെ കോഡിംഗ് സ്കിൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യൂസറിന് ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് കൊടുക്കാൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയണം. അതാണ് മെയിൻ. ഇനി ഫ്രണ്ട് എൻഡിൽ നിന്ന് നേരെ ബാക്ക് എൻഡിലേക്ക് വന്നാലോ? അവിടെ Node.js, അതുപോലെ അസിൻക്രോണസ് റിക്വസ്റ്റ് ഹാൻഡ്ലിംഗ് എന്നിവയിൽ അത്യാവശ്യം നല്ല അറിവ് വേണം. വെറുതെ അറിഞ്ഞാൽ പോരാ, നോഡ് ഡീബഗിങ്ങിലും റെസ്റ്റ് APIകളിലും നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഡാറ്റാബേസുകളുടെ കാര്യം മറക്കാൻ പറ്റില്ലല്ലോ. MongoDB, MySQL എന്നിവയൊക്കെ കൈകാര്യം ചെയ്യാനും ഒപ്പം NoSQL ഇൻ്റഗ്രേഷൻ ചെയ്യാനുമുള്ള കഴിവ് ഇവിടെ നിർബന്ധമാണ്. കാരണം ഡാറ്റാ സ്റ്റോറേജ് സൊല്യൂഷനുകൾ എങ്ങനെ എഫിഷ്യൻ്റായി ഉപയോഗിക്കാമെന്നത് ഈ ട്രെയിനി റോളിൻ്റെ വലിയൊരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റോളിൽ നിങ്ങൾ ഒരു ബാലൻസിംഗ് ആക്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വശത്ത് കിഡിലൻ UI ഉണ്ടാക്കണം, അത് മൊബൈൽ റെസ്പോൺസീവ് ആക്കുകയും വേണം. മറുവശത്ത് ബാക്ക് എൻഡിൽ സുരക്ഷിതമായ റെസ്റ്റ്ഫുൾ സർവീസുകൾ നിർമ്മിക്കണം. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള ഈയൊരു പെർഫെക്റ്റ് ബാലൻസ്, അതാണ് അവർ അന്വേഷിക്കുന്നത്. പുതിയ ടെക്നോളജികൾ പഠിക്കുന്നതിനിടയിൽ നമ്മൾ ബേസിക്സ് മറക്കാൻ പാടില്ല കേട്ടോ. HTML5, CSS3, jQuery തുടങ്ങിയവ നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ടായിരിക്കണം. ക്രോസ് പ്ലാറ്റ്ഫോമിലും എല്ലാ ഡിവൈസുകളിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന കോഡുകൾ എഴുതാൻ ഈ അടിസ്ഥാന കാര്യങ്ങൾ മസ്റ്റാണ്. ഇതുകൂടാതെ ഒരു ഡെവലപ്പർക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ഡെയിലി ടൂളുകൾ കൂടിയുണ്ട്. ഗിറ്റ് റെപ്പോസിറ്ററി, ജീര വർക്ക്ഫ്ലോകൾ, പിന്നെ അജൈൽ മെത്തഡോളജികൾ. ഇതൊക്കെ ഇന്നത്തെ IT ഇൻഡസ്ട്രിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു പ്രൊജക്റ്റ് ടീമിനൊപ്പം സക്സസ്ഫുള്ളായി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യേണ്ടിവരും. സോ നിങ്ങളുടെ ഒരു സാധാരണ വർക്കിംഗ് ഡേ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പ്രധാനമായും 3 സ്റ്റെപ്പുകൾ. ഫസ്റ്റ്, വയർ ഫ്രെയിമുകൾ മനസ്സിലാക്കി അത് കോഡിലേക്ക് മാറ്റുക. സെക്കൻഡ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എഫിഷ്യൻ്റായ കോഡുകൾ എഴുതുക. തേർഡ്, നിങ്ങൾ എഴുതിയ കോഡിന്റെ ക്വാളിറ്റി ഉറപ്പാക്കാൻ യൂണിറ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റുകൾ ചെയ്യുക. വളരെ ക്ലിയറായ ഒരു വർക്ക് ഫ്ലോ, അല്ലേ? ഇനി കോഡിംഗ് മാത്രം പോരല്ലോ. കോഡിങ്ങിനപ്പുറം കമ്പനിയുടെ കൾച്ചറുമായി നിങ്ങൾ എങ്ങനെ ഫിറ്റാവും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്രോസ് ഫങ്ഷണൽ ടീമിൽ മറ്റുള്ളവരുമായി ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൂടി അവർ നോക്കുന്നുണ്ട്. അവരുടെ ജോബ് പോസ്റ്റിംഗിൽ തന്നെയുള്ള ഒരു വരി ഞാൻ വായിക്കാം. ഡെലിവർ സോളിഡ് വർക്ക് പ്രോഡക്ട്സ് ഇൻ എ ടൈംലി മാനർ ടു എക്സീഡ് ഹൈ എക്സ്പെക്ടേഷൻസ്. വളരെ വ്യക്തമാണല്ലോ. കൃത്യസമയത്തും മികച്ച റിസൾട്ടുകൾ നൽകി കമ്പനിയുടെ പ്രതീക്ഷകൾക്കും അപ്പുറം പെർഫോം ചെയ്യാൻ കഴിയണം. അതാണ് സക്സസ്. അതുപോലെ വെറുതെ കോഡ് എഴുതിയാൽ മാത്രം പോരാ, നിങ്ങൾ എഴുതുന്ന കോഡ് കമ്പനിയുടെ ബിസിനസ്സിനെ എങ്ങനെ പോസിറ്റീവായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ സൊല്യൂഷനുകൾ അവരുടെ സർവീസും ഡെലിവറിയും എത്രത്തോളം മെച്ചപ്പെടുത്തുന്നു എന്നൊരു ബിസിനസ് കാഴ്ചപ്പാട് കൂടി നിങ്ങൾക്കുണ്ടാവണം. നമ്മൾ ടെക്നിക്കൽ സ്റ്റാക്കിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇതൊരു സോഫ്റ്റ് സ്കിൽസ് സ്റ്റാക്കാണ് കേട്ടോ. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, സൂപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പിന്നെ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭയങ്കരമായൊരു ആവേശം. ഈ ടെക്നിക്കൽ സ്കിൽസിനൊപ്പം തന്നെ ഈ പറഞ്ഞ സോഫ്റ്റ് സ്കില്ലുകളും അവർ നിങ്ങളിൽ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നിങ്ങളോടൊരു ചോദ്യം. പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ, അതായത് അത്ര ക്ലിയർ അല്ലാത്ത പ്രശ്നങ്ങൾ വന്നാൽ അത് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രൊജക്റ്റിൽ പെട്ടെന്ന് ഫീച്ചർ റിക്വസ്റ്റുകൾ വരുമ്പോൾ അത് കൂളായി കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇത്തരം ചാലഞ്ചുകൾ ഏറ്റെടുക്കാൻ റെഡിയുള്ളവരെയാണ് അവർക്ക് ആവശ്യം. ഓക്കെ, ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഈ ഓഫീസ്. ഫേസ് 1 ക്യാമ്പസിലെ ഭവാനി ബിൽഡിംഗിലാണ് സോഫ്റ്റ് നോഷൻസ് ടെക്നോളജീസിന്റെ വർക്കിംഗ് സ്പേസ് ഉള്ളത്. ടെക്നോ പാർക്കിന്റെ ഒരു ഒഫീഷ്യൽ ടാഗ്ലൈൻ ഉണ്ട്: എ സർപ്രൈസിംഗ് ഇന്നൊവേഷൻ ഹോട്ട്സ്പോട്ട് പവേർഡ് ബൈ ഹ്യൂമൻ സ്പിരിറ്റ്.
ശരിക്കും ഒരു ഡെവലപ്പറെ സംബന്ധിച്ച് ഇതുപോലൊരു മികച്ച സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരു എനർജറ്റിക് എൻവയോൺമെന്റ് അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പോ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ കിഡ്ലൻ ഓപ്പർച്യൂണിറ്റി എങ്ങനെ നിങ്ങളുടെ കൈകളിലെത്തിക്കാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഈ ഡേറ്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 2026 മെയ് 21-നാണ് ഈ ജോബ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് 2026 ജൂൺ 5-ആണ്. ഓർക്കുക, സമയം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെഡ്ലൈൻ വളരെ അടുത്താണ്. അതുകൊണ്ട് ഒട്ടും വൈകരുത്. റെസ്യൂമെ അയക്കേണ്ട ഇമെയിൽ ഐ ഡി ഇതാണ്: recruitment@softnotions.com. നിങ്ങളുടെ ഡീറ്റെയിൽസും പോർട്ട്ഫോളിയോയും എല്ലാം വെച്ച് ഒരു അടിപൊളി റെസ്യൂമെ തയ്യാറാക്കി ഈ ഇമെയിലിലേക്ക് പെട്ടെന്ന് തന്നെ അയയ്ക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായി കരിയർ തുടങ്ങാൻ ഇതിലും വലിയൊരു ബ്രേക്ക് വേറെ കിട്ടാനില്ല. 0 എക്സ്പീരിയൻസ് ഉള്ളവർക്കും മേൺ സ്റ്റാക്കിൽ ഇത്രയും നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടുക എന്നത് ശരിക്കും ഒരു അപൂർവ അവസരം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കാനും സ്വന്തം ഭാവി കെട്ടിപ്പടുക്കാനും നിങ്ങൾ ശരിക്കും റെഡിയാണോ? സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഉത്തരം അതെ എന്നാണെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇപ്പോൾ തന്നെ സോഫ്റ്റ്നോഷൻസ് ടെക്നോളജീസിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഇതിലും വലിയൊരു അവസരം വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപേക്ഷിക്കാനുമായി സ്ക്രീനിൽ കാണുന്ന https://softnotions.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഈ ജോബ് ഓപ്പണിങ്ങിനെക്കുറിച്ചുള്ള ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഭാവി എഴുതാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വകയിൽ ബിഗ് ഓൾ ദ ബെസ്റ്റ്.